പ്രിയ നടൻ കൊച്ചിൻ ഹനീഫ ഓർമ്മയായിട്ട് വർഷം 15 കഴിയുന്നു. 2010 ഫെബ്രുവരി 2-നായിരുന്നു കൊച്ചിൻ ഹനീഫ മലയാളത്തിനെ കണ്ണീരിലാക്കി വിട പറഞ്ഞത്. അന്നും ഇന്നും കൊച്ചിൻ ഹനീഫയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല. നിഷ്കളങ്ക ഹാസ്യമായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ മുഖമുദ്ര. ആസാനെ എന്ന ആ വിളി, അംഗവിക്ഷേപങ്ങളില്ലാതെ അതിഭാവുകത്വമില്ലാതെ ഹനീഫ പകർന്നു തന്ന ഭാവങ്ങൾ പ്രേക്ഷകർക്ക് ഹാസ്യത്തിന്റെ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചു. വില്ലനായി വന്ന് സംവിധായകനായും തിരക്കഥാകൃത്തായും കൊമേഡിയനുമായും ഒക്കെ തിളങ്ങിയ ഹനീഫ സിനിമാക്കാരുടെ പതിവ് ചാടകൾക്കും ബഹളങ്ങൾക്കുമൊക്കെ അതീതനായിരുന്നു. വാത്സല്യം പോലൊരു മെഗാ ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ് എന്ന മേൽവിലാസത്തിലല്ല ഹനീഫ കൊമേഡിയനായി തിളങ്ങിയത്. അതിനു മുൻപ് പക്കാ വില്ലൻ വേഷങ്ങളിൽ നിന്ന് സംവിധായകനായി മാറിയപ്പോഴും ഇതായിരുന്നു സലീം അഹമ്മദ് ഖൗഷ് എന്ന കൊച്ചിൻ ഹനീഫയുടെ കാഴ്ചപ്പാട്. തിരക്കഥ, സംവിധാനം, അഭിനയം എന്നിങ്ങനെ സിനിമയുടെ പ്രധാന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ എന്ന ഭാവം അദ്ദേഹത്തിന്റെ വാക്കിലോ നോക്കിലോ ഉണ്ടായിരുന്നില്ല. 70കളുടെ അവസാനമാണ് കൊച്ചിൻ ഹനീഫ സിനിമാ രംഗത്ത് എത്തുന്നത്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്ന് ബോട്ടണി ബിരുദം നേടിയ ഹനീഫയെ വീട്ടുകാർ സർക്കാർ ജോലി തേടാനായി നിർബന്ധിച്ചെങ്കിലും സിനിമാ മോഹങ്ങളുമായി മദ്രാസിലെത്തുകയായിരുന്നു. ദീർഘകാലത്തെ ചെന്നൈ വാസത്തിനിടയിൽ തമിഴ് സിനിമയിലെ പ്രഗത്ഭന്മാരുമായും അദ്ദേഹം നല്ല ബന്ധം സ്ഥാപിച്ചു. ശിവാജി ഗണേശൻ, കമൽഹാസൻ, കരുണാനിധി തുടങ്ങിയ വമ്പന്മാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു കൊച്ചിൻ ഹനീഫ. പക്ഷേ അതൊക്കെ നല്ല ബന്ധങ്ങളായി മാത്രം സൂക്ഷിച്ചു. ആ ബന്ധങ്ങളെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചില്ല. ശിവാജി ഗണേശന്റെ വലിയ ആരാധകനായിരുന്ന ഹനീഫ 1970-ൽ ശിവാജി രസികൻ മന്ത്രം കൊച്ചിയിൽ സ്ഥാപിക്കുകയും അതിന്റെ സെക്രട്ടറി ആവുകയും ചെയ്തു. പിന്നീട് സിനിമയിലെത്തിയപ്പോൾ ശിവാജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി. വില്ലൻ നടനായി സിനിമയിലെത്തിയ അദ്ദേഹം പതുക്കെ സിനിമയുടെ ഓരോ മേഖലയിലേക്കും കടക്കുകയായിരുന്നു. 80കളിലാണ് അദ്ദേഹത്തിന്റെ സർഗശേഷി ഏറെ പ്രകടമായത്. തിരക്കഥാകൃത്തായും സംവിധായകനായും കുറേയധികം സിനിമകൾ കൊച്ചിൻ ഹനീഫയുടെ മേൽവിലാസത്തിൽ എത്തി. കൊടും വില്ലനായി സിനിമകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് സൂപ്പർ ഹിറ്റ് കുടുംബചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തത്. കുടുംബ പ്രേക്ഷകരുടെ ഉള്ളിലേക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തതിൽ ഭൂരിഭാഗവും. ഒരു സന്ദേശം കൂടി, ആൺകിളിയുടെ താരാട്ട്, വാത്സല്യം തുടങ്ങിയ സിനിമകളെല്ലാം സ്ത്രീ പ്രേക്ഷകരുടെ പ്രശംസ നേടിയവയായിരുന്നു. കടത്തനാടൻ അമ്പാടി, പുതിയ കരുക്കൾ, ലാൽ അമേരിക്കയിൽ, ഇണക്കിളി തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥയും ഹനീഫയുടേതായിരുന്നു. ഭീഷ്മാചാര്യ എന്ന സിനിമയ്ക്ക് ശേഷം ഹനീഫ സംവിധാന രംഗത്തു നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതിന് അദ്ദേഹം വ്യക്തമായ വിശദീകരണവും നൽകിയിരുന്നു. സിനിമ എന്നാൽ എനിക്ക് കുടുംബ ചിത്രങ്ങളാണ്. അല്ലാത്ത സിനിമകൾ സംവിധാനം ചെയ്യാൻ എനിക്കാവില്ല. കുടുംബ സിനിമകൾക്ക് വലിയ പ്രസക്തിയില്ലാത്ത ഇക്കാലത്ത് അതിൽ നിന്ന് മാറി നിൽക്കുകയല്ലേ ബുദ്ധി എന്നായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞത്. 80കളുടെ അവസാനത്തോടെ ഹനീഫയിലെ കലാകാരന്റെ മറ്റൊരു മുഖമാണ് പ്രേക്ഷകർ കണ്ടത്. വില്ലനിൽ നിന്നും ഗൗരവമേറിയ സിനിമകളുടെ സംവിധായകനായി മാറിയ ഹനീഫ തനി കോമഡി കഥാപാത്രങ്ങളിലേക്ക് ചുവടുമാറുകയായിരുന്നു. അതിന് തുടക്കം കുറിച്ചതാകട്ടെ കിരീടം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയും. കിരീടത്തിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രവും അതിന്റെ മാനറിസവും പുതിയൊരു തരംഗമായി. ഇതോടെ ഹനീഫയെ തേടി ഒട്ടേറെ സിനിമകളെത്തി. എല്ലാം ഹാസ്യത്തിന്റെ പുതിയ മുഖങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയ ചിത്രങ്ങളായിരുന്നു. മാന്നാർ മത്തായി സ്പീക്കിംഗ്, പഞ്ചാബി ഹൗസ്, അനിയത്തി പ്രാവ്, ഹിറ്റ്ലർ, പത്രം തുടങ്ങിയ ഒട്ടേറെ സിനിമകളിലൂടെ നിഷ്കളങ്ക ഹാസ്യത്തിന്റെ പുതിയ തലങ്ങൾ കാഴ്ചവെക്കാൻ ഹനീഫയ്ക്ക് കഴിഞ്ഞു. ഇതിനിടയിൽ ലോഹിതദാസിന്റെ സൂത്രധാരൻ എന്ന ചിത്രത്തിലെ ഏറെ ഗൗരവമായ ഒരു വേഷവും ചെയ്തു. അതിന് 2001-ലെ മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു. കേരളത്തിൽ തിരക്കുള്ള നടനായിരിക്കുമ്പോഴും മികച്ച കഥാപാത്രങ്ങളാകാൻ തമിഴകം പലപ്പോഴും ഹനീഫയെ വിളിക്കുമായിരുന്നു. കമൽഹാസനൊപ്പം അഭിനയിച്ച മഹാനദിയിലെ പ്രകടനം ദക്ഷിണേന്ത്യ മുഴുവൻ അദ്ദേഹത്തിന് പ്രശംസ നേടിക്കൊടുത്തു. ജീവിതത്തിൽ അഭിനയിക്കാത്ത സിനിമാക്കാരനായിരുന്നു കൊച്ചിൻ ഹനീഫ. എല്ലാറ്റിനെയും ഒരു സാധാരണക്കാരന്റെ വീക്ഷണകോണിലൂടെയാണ് അദ്ദേഹം കണ്ടത്. താരചാടകളില്ലാതെ, വിവാദങ്ങൾ സൃഷ്ടിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം.